ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. തിരുവനന്തപുരത്തെ BJPയെ നയിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളും മണൽ മാഫിയയുമാണെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. BJP സൃഷ്ടിച്ചിരിക്കുന്ന ഭീകര അന്തരീക്ഷത്തിനെതിരെ പ്രത്യേക കൂട്ടായ്മ സംഘടിപ്പിക്കാനും CPIM തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് BJPയുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ജില്ലയിലെ മുതിർന്ന CPIM നേതാക്കൾ പറഞ്ഞു. തിരുമല അനിലിന്റെ ആത്മഹത്യ BJP നേതാക്കളുടെ കണ്ണ് തുറപ്പിച്ചില്ല. അനിലിനെ BJP നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. അതിന് സമാനമായ സാഹചര്യമാണ് ആനന്ദ് കെ തമ്പിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ വലിയ സമ്മർദ്ദമാണ് BJPയുടെയും RSSന്റെയും ഭാഗത്തു നിന്നും ആനന്ദിന് നേരിടേണ്ടി വന്നതെന്നും CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. RSS എത്ര BJP എത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു മരണത്തിനിടയായ സംഭവം എന്താണ്, അത് ഒരു പ്രത്യേക ടീമിനെ വെച്ച് പോലീസ് അന്വേഷിക്കണം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെല്ലാം ആളുകൾ ഈ അനന്തുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് BJPയുടേതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA പറഞ്ഞു. മണൽ മാഫിയ, മണ്ണ് മാഫിയ, അധോലോകം, ഇവർക്കും രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ഒരു നെക്സസ് ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ BJPയെ നയിക്കുന്നത്. BJP അതായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് അവരുടെ സ്വൈര ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷമാണ് ഇവർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. BJP സൃഷ്ടിച്ചിരിക്കുന്ന ഭീകര അന്തരീക്ഷത്തിനെതിരെ കൂട്ടായ്മ സംഘടിപ്പിക്കാനും CPIM തീരുമാനിച്ചു. ഈ മാസം 21-ന് കൂട്ടായ്മ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടി, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ, M വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ ആനന്ദ് കെ തമ്പിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.